ഇനിയുള്ളത് VSD ആണ്, Ventricular Septal Defect. ഇതിനകത്ത് 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് മെംബ്രൈനസ് VSD, വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺ. പെരിമെംബ്രൈനസ് VSD, സുപ്രാക്രിസ്റ്റൽ VSD, മസ്കുലർ VSD. സുപ്രാക്രിസ്റ്റൽ VSDക്ക് എത്താണ് ഇൻഫെൻഡിബുലർ അല്ലെങ്കിൽ സബ് പൾമോണിക് VSD എന്ന് പറയുന്നത്. മസ്കുലർ VSD ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസിലി ക്ലോസസ് ഓൺ ഇറ്റ്സ് ഓൺ. മസ്കുലർ അതിൻ്റെതായ പ്രത്യേകത അതാണ്, പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ വരുന്നതാണ് മസ്കുലർ VSD. ഇതിൻ്റെ ഹീമോഡൈനാമിക് ഡയഗ്രാം എങ്ങനെ നോക്കാം. ഇതിനകത്ത് ഡിഫക്റ്റ് വരുന്നത് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് വരുന്നത് ഇവിടെയാണ്. അപ്പം ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു, താഴോട്ട് വരുന്നു. ഇവിടെ എത്തുമ്പോൾ കുറേ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിലോട്ട് ഷണ്ട് ചെയ്യും. റൈറ്റ് വെൻട്രിക്കിളിന് അധികം പണി വരാറില്ല, വർക്ക് ലോഡ് വരുന്നത് കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കിളിന് കുറേ പമ്പ് ചെയ്യുമ്പോഴും അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു എനർജി വെച്ച് തന്നെ ഫ്ലോ വെച്ച് തന്നെ റൈറ്റ് വെൻട്രിക്കിൾ ഈ ഷണ്ടിലോട്ടെത്തി അത് പൾമണറി വാൽവ് വഴി അങ്ങ് പുറത്തോട്ട് പോവുക ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിന് അധികം പണി വരുന്നില്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, ഓർക്കണം, റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഇവിടെ വരാൻ ചാൻസ് കുറവാണ്. ആ എക്സ്ട്രാ ബ്ലഡ് പൾമണറി സർക്കുലേഷനോട്ടെത്തി അവിടുന്ന് പിന്നെയും വന്നു ലെഫ്റ്റ് ഏട്രിയത്തിലെത്തി. ലെഫ്റ്റ് ഏട്രിയത്തിലും കുറച്ച് വർക്ക് ലോഡ് കൂടുതലാണ്. കാരണം കുറച്ച് എക്സ്ട്രാ ബ്ലഡ് ഇവിടെ എത്തുന്നുണ്ടല്ലോ. ആ ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് ഏട്രിയം വർക്ക് ചെയ്യും. അപ്പോൾ ആദ്യം ഒരു ലെഫ്റ്റ് ഏട്രിയൽ ഹൈപ്പർട്രോഫി വരാം. അതിനുശേഷം പമ്പ് ചെയ്യുന്ന ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തി. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിന് നല്ല വർക്ക് ലോഡാണ്. അത് ഇത്രയും ബ്ലഡിനെ പമ്പ് ചെയ്ത് ഇങ്ങോട്ടെത്തിക്കും, കുറേ ഇങ്ങോട്ടും എത്തിക്കും. അപ്പം ഇതിനെടുക്കുന്ന വർക്ക് കാരണം, എക്സ്ട്രാ വർക്ക് കാരണം ഇവിടെ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. കണ്ട, ഞാൻ ഡോട്ടഡ് ലൈൻസ് വെച്ചിരിക്കുന്ന ഹൈപ്പർട്രോഫിയാണ്, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയാണ് ഇവിടെ വരാൻ ചാൻസ്. ഇതാണ് ഇതിൻ്റെ ഹീമോഡൈനാമിക് ഡയഗ്രാം. എന്തൊക്കെ മർമേഴ്സ് വരാം? ഷണ്ട് മർമർ ഇവിടെ വരാം, ഫ്ലോ മർമേഴ്സും വരാം. ഷണ്ട് മർമർ പാൻ സിസ്റ്റോളിക് മർമറാണ് ഇവിടെ വരുന്നത്. അതായത് ഷണ്ട് മർമർ എന്ന് പറഞ്ഞാൽ ഇവിടെ പാൻ സിസ്റ്റോളിക് മർമർ, ഹോൾ സിസ്റ്റോളി, ഇതിനകത്ത് മൊത്തം ഒരു മർമർ കേൾക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഷണ്ട് മർമർ. ഇനി ഫ്ലോ മർമർ എന്തൊക്കെ? ഫ്ലോ മർമർ ഇവിടെയൊക്കെ വരാം. ഇവിടെ വർക്ക് ലോഡ് കൂടുതലാണ് ഈ വാൽവിൽ, ഇവിടെയും വർക്ക് ലോഡ് കൂടുതലാണ് ഈ വാൽവിൽ. അപ്പം ഇവിടെ പി വാൽവിന്റെ അവിടെ വരുന്ന ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ വരാം. ഇജക്ഷൻ സിസ്റ്റോളിക് മർമറാണ്. ഇവിടെ പാൻ സിസ്റ്റോളിക് മർമറാണ് ഷണ്ട് മർമർ. പാൻ സിസ്റ്റോളിക് മർമർ ഹോൾ സിസ്റ്റോളിക് സമയത്ത് മൊത്തം കേൾക്കും. അപ്പം ഈ ഇജക്ഷൻ സിസ്റ്റോളിക് മർമറോ അത് സിസ്റ്റോളയുടെ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ കേൾക്കുള്ളൂ. അപ്പം ഈ ഹോൾ സിസ്റ്റോളെ കേൾക്കുന്ന പാൻ സിസ്റ്റോളിക് മർമറിന്റെ അടിയിൽ ആയിരിക്കും ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ. അത് ഡ്രൗൺ ചെയ്യും, മുങ്ങിപ്പോവും. അതായത് പാൻ സിസ്റ്റോളിക് മർമർ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ഇജക്ഷൻ സിസ്റ്റോളിക് മർമറും കൂടെ അവിടെ ഉണ്ടാകാം എന്ന് പറയപ്പെടുന്നു. ഇനി മിട്രൽ ഏരിയയിലും ഒരു മർമർ വരാം, ഫ്ലോ മർമർ. അത് ഡിലേഡ് ഡയസ്റ്റോളിക് മിട്രൽ മർമറാണ്. ഡിലേഡ് ഡയസ്റ്റോളിക് മിട്രൽ മർമർ. അപ്പം ഇവിടെയാണ് നമ്മുടെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ വരുമ്പോൾ S1ഉം S2ഉം നെക്സ്റ്റ് S1ന്റെ അവിടെ കണ്ടില്ലേ പാൻ സിസ്റ്റോളിക് മർമർ. ഈ സിസ്റ്റോളിക് മൊത്തം സമയത്ത് ഈ മർമർ കേൾക്കാം. ഇതിനിടയ്ക്ക് എവിടെയാ ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ വരാം? ഇവിടെ ഉണ്ടാവാം. കാരണം ഇവിടെ ഫ്ലോ കൂടുതലായതുകൊണ്ട്. പക്ഷേ ഈ പാൻ സിസ്റ്റോളിക് മർമർ ഉള്ളത് കൊണ്ട് നമുക്കത് കേൾക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. നമുക്കത് ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പാൻ സിസ്റ്റോളിക് മർമറാണ് ഫുൾ ആസ് എ ഹോൾ വരുന്നത്. പിന്നെ ഉള്ളത് ഡിലേഡ് ഡയസ്റ്റോളിക് മർമറാണ് ഇവിടെ മിട്രൽ ഏരിയയിൽ വരുന്നത്. അത് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യും, ഡയസ്റ്റോളി ആയതുകൊണ്ട്. ഡിലേഡ് ഡയസ്റ്റോളിക് മർമർ. ഈ രണ്ട് മർമറാണ് ഇവിടെ ഡയഗ്രമാറ്റിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. ഇനി സ്പ്ലിറ്റ്, S2ന്റെ അവിടെ പിന്നെയും സ്പ്ലിറ്റ് വരാം. കാരണം കണ്ടില്ലേ, ഇവിടെ ഫ്ലോ കൂടുതലാണ്, പി പൾമണറി ഏരിയയിൽ ഫ്ലോ കൂടുതലാണ്, ഇവിടെ അധികം ഫ്ലോ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ അടയ്ക്കാൻ എടുക്കുന്ന സമയം കൂടും. കാരണം വർക്ക് ലോഡ് കൂടുതലാണ്, ബ്ലഡിനെ കടത്തി വിടണം. എല്ലാം കടത്തി വിട്ട ശേഷം മാത്രമേ പൾമണറി വാൽവിനെ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പൾമണറി P2 ഡിലേഡ് ആവും. ഇവിടെ A2 ഉണ്ട്, A2 കുറച്ച് നേരത്തെ ആകും. കാരണം ഇങ്ങോട്ട് വരുന്ന ബ്ലഡും കൂടെ ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇവിടെ കുറച്ചും കൂടെ ഏർലി ക്ലോസ് ചെയ്യും. അങ്ങനെ S2 ഈസ് ഓൾ അഗെയിൻ വൈൽഡ്ലി സ്പ്ലിറ്റ്. ഇനി ECG നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയുടെ ഫീച്ചേഴ്സ് ഉണ്ടാവും. എന്താണ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയുടെ ECG ഫൈൻഡിങ്? ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ. ചെസ്റ്റ് എക്സ്റേ നോക്കുമ്പോൾ പൾമണറി പ്ലെത്തോറ. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെസ്പിറേറ്ററി ഇൽനെസസ് വരും. ഈ ഹാർട്ട് ഡിസീസ്, ഈ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് വരുമ്പോൾ എപ്പോഴും റെസ്പിറേറ്ററി ഡിസീസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കൺട്രോൾ ഓഫ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, പ്രിവെൻഷൻ ഓഫ് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്. കാർഡിയാക് ലീഷൻ ആയതുകൊണ്ട്
ഫെർദർ ആയിട്ടുള്ള റൊമാറ്റിക് ഫീവറും അതിനെ തുടർന്ന് അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഇൻഫെക്ഷ്യസ് ആയിട്ട് തന്നെ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസും ഒക്കെ വരാൻ നല്ല ചാൻസ് കൂടുതലാണ്, ഹൈ റിസ്ക് ആണ്. നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാച്ച് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം ആസ് സൂൺ ആസ് പോസിബിൾ, ഓർ എ കത്തീറ്റർ ക്ലോഷർ ആസ് സൂൺ ആസ് പോസിബിൾ. ഇനി വാട്ട് ആർ ദ കോംപ്ലിക്കേഷൻസ്? ദർ ഇസ് ഹൈ റിസ്ക് ഓഫ് pulmonary artery hypertension. There is high risk of infective endocarditis. There is high risk of recurrent respiratory infection, and there is chance of Eisenmenger's syndrome following pulmonary hypertension. ഇത്രയാണ് കോംപ്ലിക്കേഷൻസ്. ഇനി നമുക്ക് VSDക്കകത്ത് ഒരു ചെറിയ 2-3 വേരിയൻസ് പഠിക്കണം. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സ്മോൾ VSD, ലാർജ് VSD, ആൻഡ് ഇൻ ബിറ്റ്വീൻ ദർ ഇസ് എ സ്മോൾ VSD. ഇതും ഒപ്പികയിൽ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. വെരി സ്മോൾ VSD എന്ന് പറഞ്ഞാൽ ദ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്ട് ആക്ട് ആസ് എ സ്റ്റെനോട്ടിക് ഏരിയ ആൻഡ് ഓൺലി ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ ഇസ് ഹേർഡ്. അതായത് വെരി സ്മോൾ VSD വളരെ ചെറുതാകുമ്പം ഈ ഒരു ഭാഗം സ്റ്റെനോട്ടിക് ഏരിയ ആയിട്ട് മാത്രമേ കാണുള്ളൂ. അതായത് സ്റ്റെനോട്ടിക് ഏരിയ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിഫക്റ്റ്, കുഞ്ഞേ ഡിഫക്റ്റ് ആയിട്ട് തോന്നുള്ളൂ. അപ്പം ആ കുഞ്ഞേ ഡിഫക്റ്റിന് അധികം അങ്ങ് മർമർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ ആയിട്ട് മാത്രമേ അവിടെ കേൾക്കുള്ളൂ. ഇവിടെ സാധാരണ നോർമൽ കേസിൽ കാണുന്ന ഒരു പാൻ സിസ്റ്റോളിക് മർമർ അവിടെ കാണാൻ പറ്റില്ല. ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ ആയിട്ട് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അപ്പം ഈ വെരി സ്മോൾ VSD സ്റ്റെനോട്ടിക് ഏരിയ എന്ന് പറഞ്ഞില്ലേ, ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ ആയിട്ട് കേൾക്കുന്നല്ലേ പറഞ്ഞത്. അപ്പം ഇത് കുട്ടികളിൽ ഇറ്റ് ഈസ് എ കോമൺ കോസ് ഓഫ് ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ വിച്ച് ഡിസപ്പിയേഴ്സ് ബിക്കോസ് ഓഫ് ദ സ്പോണ്ടേനിയസ് ക്ലോഷർ. തനിയെ അത് ക്ലോസ് ചെയ്യാം, കാരണം സ്റ്റെനോട്ടിക് ഏരിയയിലെ വളരെ ചെറിയ ഏരിയ അല്ലേ. അപ്പോൾ ആദ്യം ഈ ഇജക്ഷൻ സിസ്റ്റോളിക് മർമറായിട്ട് കേൾക്കാം, പിന്നെ അത് തനിയെ മാറാം, ക്യൂർ ചെയ്യാം. കുട്ടികളിൽ അങ്ങനെ ഒരു ഫീച്ചേഴ്സ് ഇതിനകത്ത് കാണാം എന്നാണ് പറയുന്നത്. ഇനി ലാർജ് VSDക്കകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡിഫക്റ്റ് ആണ്. വലിയ ഡിഫക്റ്റ് ആകുമ്പം റൈറ്റ് വെൻട്രിക്കുലർ പ്രഷർ ഈസ് ഓൾസോ അഗെയിൻ ഹൈ. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റൈറ്റ് ആൻഡ് ദ ലെഫ്റ്റ് സൈഡ്സ് ബിക്കം പ്രഷർ ഡിഫറൻസ് ബിക്കം ലെസ്. അതായത് ഇവിടെ VSD സെപ്റ്റൽ ഡിഫക്റ്റ് ലാർജ് ആണെന്ന് വെച്ചോ, അപ്പം ഇത് കുറച്ചും കൂടെ വലുതാണെങ്കിൽ ഇതൊരൊറ്റ സിംഗിൾ റൂം പോലെ ആയില്ലേ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് ഫ്ലോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മീൻസ് വലിയ ഡിഫക്റ്റ് ആണ്. ഒരു ഡോർ പോലല്ലേ, മോർ ദാൻ എ ഡോർ ആയില്ലേ, ഒരു കോറിഡോറായി ഇത് അവസാനം. അപ്പം ആ പ്രഷർ ഡിഫറൻസ് വളരെ കുറവായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു പ്രഷർ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിലോട്ട് അത് പോകുന്നതും ഈ മർമറൊക്കെ കേൾക്കുന്നതും. ഈ ഡോർ അങ്ങ് വലുതായി കഴിഞ്ഞാൽ ഈ പ്രഷർ ഡിഫറൻസും കുറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന മർമർ പിന്നെയും ഷണ്ട് മർമർ തന്നെയാണ്, പക്ഷേ അത് ഷോർട്ടറും ഇറ്റ് ബിക്കംസ് ഷോർട്ടറും സോഫ്റ്ററും ആയിട്ട് മാറും. അങ്ങനെ അത് അപ്പോഴും മുമ്പ് പറഞ്ഞ പോലെ ഇജക്ഷൻ സിസ്റ്റോളിക് മർമറായിട്ട് മാത്രമേ കേൾക്കുള്ളൂ. അതായത് ചെറുതാണെങ്കിലും സ്റ്റെനോട്ടിക് ഏരിയ ആയിട്ട് മാത്രമാണെങ്കിലും ഇൻ കേസ് ഓഫ് വെരി സ്മോൾ VSD അപ്പോഴും ഇജക്ഷൻ സിസ്റ്റോളിക് മർമറായിട്ട് കേൾക്കുള്ളൂ. ഇത് വലുതായിട്ട് വൈഡ്ലി ഓപ്പൺ ആയിട്ടുള്ള ഒരു ലാർജ് VSD ആണെങ്കിലും ഈ മർമർ വളരെ ഷോർട്ടും സോഫ്റ്റും ആയിരിക്കും. അപ്പോഴും അത് ഇജക്ഷൻ സിസ്റ്റോളിക് മർമറായിട്ട് മാത്രമേ കേൾക്കുള്ളൂ. ഇനി മൂന്നാമതൊരു വേരിയന്റ് ഇൻ ബിറ്റ്വീൻ വെരി സ്മോൾ ആൻഡ് ലാർജ് ദർ ഇസ് എ സ്മോൾ VSD. സ്മോൾ VSD ആകുമ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. അപ്പോഴും പാൻ സിസ്റ്റോളിക് മർമർ തന്നെയാണ് ഇജക്ഷൻ സിസ്റ്റോളിക് മർമറായിട്ട് കേൾക്കുന്നത്. പക്ഷേ അവിടെ വലിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാത്തതുകൊണ്ട് S2 ഈസ് നോർമലി സ്പ്ലിറ്റ്, P2 ഈസ് ഓൾസോ നോർമൽ. കാരണം ഷണ്ട് വളരെ ചെറുതാണ്. S2 എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ക്ലോഷറിന്റെ വരുമ്പോഴാണ്, P2 A2 ക്ലോഷർ വരുമ്പോഴാണ്. അവിടെ നോർമൽ ആയതുകൊണ്ട് S2 വലിയ വ്യത്യാസം വരില്ല ഇൻ കേസ് ഓഫ് സ്മോൾ VSD. കാരണം ഷണ്ട് സ്മോൾ ആയതുകൊണ്ട്. മാത്രമല്ല അധികം ഫ്ലോ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട്, ഫ്ലോ ഡിഫറൻസ് അധികം ഇല്ലാത്തതുകൊണ്ടും അവിടെ മിട്രൽ വാൽവിന്റെ അവിടെ വരാൻ ചാൻസ് ഉള്ള ഡിലേഡ് ഡയസ്റ്റോളിക് മർമർ അവിടെ ആബ്സെന്റ് ആയിരിക്കും. ഡിലേഡ് ഡയസ്റ്റോളിക് മർമർ ഇസ് ആബ്സെന്റ് ഇൻ സ്മോൾ VSD. ഇത്രയാണ് 3 വേരിയൻസ് ഓഫ് VSD. പറഞ്ഞ പോലെ ഹീമോഡൈനാമിക് റെപ്രസെന്റേഷനും മർമർ റെപ്രസെന്റേഷനും.